മൗലവി പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ മക്കളെയൊക്കെ കഴുത്ത് പിടിച്ച് മുരുണ്ടി കൊന്നുകളയണോ. അതിന്റെ മൗലവിമാരുണ്ടായ പിന്നെ ഇവരെ ആശയം നിലനിൽക്കൂലാണോ? അവിടെ മൗലവിമാരൊക്കെ മുരുണ്ടി കൊന്നാളാണോ? ഒരു മുസ്ലിയാന് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിദർ നബി അലൈഹിസ്സലാം കഴുത്തു മുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. കേട്ടില്ലേ? ഇവര് പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത്, ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്ത്, പാണക്കാട് തങ്ങള് തങ്ങളല്ല, ഖലീൽ തങ്ങള് തങ്ങളല്ല, പിന്നെയോ അശോക സിംഗാള് തങ്ങളാണ് എന്ന് പറയുന്ന ആശയം ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാരതിനെ ചോദ്യം ചെയ്താൽ, ഇവർ അള്ളാന്റെ ദീന് നശിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്താൽ, അതുകൊണ്ട് മൗലവിമാര് പറയാണ് പണ്ഡിതന്മാരടുത്ത് പഠിക്കുന്ന മുതഅല്ലിമീങ്ങള് വിദ്യാർത്ഥികളൊക്കെ അതാ കഴുത്ത് പുരുണ്ടി കൊന്നുകളയണം. എന്നാലേ ഞങ്ങൾ ഈ ആശയം ഇവിടെ പ്രചരിപ്പിക്കാൻ കഴിയൂന്നാ മൗലവി പറയുന്നത്. ഇത്ര വൃത്തികെട്ട ഒരു സമൂഹം മുജാഹിദ് മൗലവിമാരെ പോലെ, ഇത്ര സംസ്കാരമില്ലാത്തൊരു വിഭാഗം, ഇത്ര ഭീകരവാദികളായ ഒരു വിഭാഗം, ഇത്ര തീവ്രവാദികളായ ഒരു വിഭാഗം, ഇത്ര നാശം പിടിച്ചൊരു വിഭാഗം, ഇത്ര ശർറ് പിടിച്ചൊരു വിഭാഗം ഇബ്ലീസ് പോലും നാണിച്ചു പോകും കേട്ടോ. ഈ കക്ഷികൾ നമ്മുടെ രാജ്യത്ത് വളരണോ, ഈ കക്ഷികളുടെ ആശയം വളരണോ എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മുസ്ലിമീങ്ങളെ നിങ്ങൾ ആലോചിക്കണമെന്ന് മാത്രം പറഞ്ഞ് സെലഫി എത്ര ചീത്ത പറഞ്ഞാലും പറഞ്ഞ ചീത്തക്ക് കണക്കില്ല. പാച്ചക്കഴിങ്ങനെ ആട്ടം പിടിച്ചില്ലോ ഒരു മൊലമാരിങ്ങനെ ആടുക. കഴുങ്ങ് കണ്ടിട്ടില്ല നിങ്ങള്? എങ്ങനെ നീണ്ടു പോയിട്ട് ആട്ടം പിടിച്ചാണ്ട് ആട്ടം എന്നമാതിരി ആടിയിട്ടാണ് ഈ മുസ്ലിയാരിൽ നിന്ന് അലറുന്നത്. കൂടെയതാ കുറെ ചോറ്റുപട്ടാളവും സ്റ്റേജിൽ തന്നെ ഇരുന്നിട്ട് അലറുന്നു. ഇവര് ദിക്റ് കേട്ടിട്ടുണ്ടെങ്കിൽ പരിസരത്തൊക്കെ മനുഷ്യനോ പശുക്കളോ ആടൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഓടിപ്പോകും. കാരണം ഐറ്റങ്ങൾക്ക് ഇവരേക്കാണ് ബുദ്ധിണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഉലായിക്കൽ അന്നാം, ഒരു നാക്കാലികളെ പോലെയാണ്. നാക്കാലിനെ പറഞ്ഞ ഇതിന് വിഷമാവും വിചാരിച്ച് ബൽഹും അതല്ല. അതിനേക്കാൾ മോശാണ് ഇവർ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സത്യത്തെ മൂടി വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ട്. ആ മുസ്ലിയാക്കന്മാരോടാ പറയുന്നത്, ആ മുസ്ലിയാക്കന്മാരെ കൊണ്ടു നടക്കുന്നവരോടാ ചോദിക്കാനുള്ളത്. ഈ പുരോഹിത പാതിരിമാര് നാളെ റബ്ബിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഔദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോ പുന്നാര റസൂല് പറയും അവരോട്, സുഹഖൻ സുഹഖൻ സുഹഖാ, ഗോബേക്ക് പുറത്തേക്ക് പോടാ, മാറിപ്പോടാ എന്ന് ഇത്തരത്തിലുള്ള തങ്ങന്മാരോട് പറയും. ഈ മുസ്ലിയാക്കന്മാരോട് പറയും, നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന പേരല്ല കൂട്ടരെ നല്ലത്, സമ്പത്ത് ജമാഅത്ത്. നിങ്ങൾ ഇസ്ലാമുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ഏത് ഇസ്ലാമാ പഠിച്ചത്? നിങ്ങൾ എവിടുന്നാ കിതാബ് ഓതിയത്? എന്താണ് സഖാഫികളുടെ കൂട്ടത്തിലുണ്ട് പേട്, ഒക്കപ്പേടാ. വർഗം മാത്രം കേരളത്തിലെ ജനങ്ങളെയൊക്കെ ഒരുമിപ്പിക്കാനുള്ള കേരള യാത്രയെ പറ്റി ഒരു ഫലിത ബോർഡ് കണ്ടു. എന്താണ് ഇയാളുടെ യാത്ര കാണുമ്പോൾ ഓർമ്മ വരുന്നത്, വനത്തിലെ ചന്ദനങ്ങളും മരങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി വീരപ്പന്റെ വനസംരക്ഷണ യാത്ര.
ഏത് കോളേജിലെ നേടിയതാ, എവിടുത്തെ സംസ്കാരമാ, പേരോടാ പേരോടാ നമ്മളെ അങ്ക്രു മാട്ടേതരത്തിന് കയ്യും മുളച്ചാലേ പേരോടാ. ഏത് കോളേജിലെ നേടിയതാ, എവിടുത്തെ സംസ്കാരമാ, മാട്ടേതരത്തിന് കയ്യും മുളച്ചാലേ പേരോടാ. വിദ്യയല്ലേ ഈ പെരുങ്കള വാഞ്ചകൻ ഏത് കോളേജിലെ നേടിയതാ, എവിടുത്തെ സംസ്കാരമാ, അങ്ങോട്ട് വാ, ലിഫ്റ്റിന്റെ കുടുക്കിടും തന്നെ, എന്നിട്ട് വിളിക്ക്. അങ്ങോട്ട് വാ, ലിഫ്റ്റിന്റെ കുടുക്കിടും തന്നെ, എന്നിട്ട് വിളിക്ക്. പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. ഏത് കോളേജിലെ നേടിയതാ, എവിടുത്തെ സംസ്കാരമാ, ഉളുപ്പുണ്ടോ? പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. ഉളുപ്പുണ്ടോ? ഏത് കോളേജിലെ നേടിയതാ, എവിടുത്തെ സംസ്കാരമാ, മുനാഫിഖല്ലേ ഇയാള്. കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു എലി. ആ എലിയാ മൂപ്പര് വിളിച്ച്. ഏത് കോളേജിലെ നേടിയതാ, എവിടുത്തെ സംസ്കാരമാ, കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു എലി. ആ എലിയാ മൂപ്പര് വിളിച്ച്. ഏത് കോളേജിലെ നേടിയതാ, എവിടുത്തെ സംസ്കാരമാ, ഇവിടെ വന്നാൾക്ക് ഫുള്ള് ലൂസാ. ഏത് കോളേജിലെ നേടിയതാ, എവിടുത്തെ സംസ്കാരമാ, ഇബ്ലീസ്, ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. ഏത് കോളേജിലെ നേടിയതാ, എവിടുത്തെ സംസ്കാരമാ, ഇബ്ലീസ്, ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. ഏത് കോളേജിലെ നേടിയതാ, എവിടുത്തെ സംസ്കാരമാ, മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിൽ പോവുള്ളൂ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിൽ പോവുള്ളൂ. ഏത് കോളേജിലെ നേടിയതാ, എവിടുത്തെ സംസ്കാരമാ, എത്ര തന്നെ ചീത്ത പറഞ്ഞാലും, എത്ര തന്നെ തെറി പറഞ്ഞാലും നമ്മക്ക് സുന്നത്ത് ജമാഅത്ത് വിവരിക്കാതെ നിർവാഹമില്ല, സുന്നത്ത് ജമാഅത്ത് മുറുക്കം പിടിക്കാതെ നിർവാഹമില്ല.